ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ചായ മൻസ, അതായത് ഷുഗർ ചീര വെച്ചിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ അത്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ ചായ മൻസയുടെ ഗുണങ്ങളൊന്നും ഞാൻ പറയാതെ തന്നെ ഇപ്പം ഒട്ടുമിക്ക ആളുകൾക്ക് അറിയായിരിക്കും. ഇതിന് മുമ്പ് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആർക്കും സംശയം ഉണ്ടെങ്കിൽ അതിൽ പോയി കാണാവുന്നതാണ്. ഏകദേശം അതിൻ്റെ ബെനിഫിറ്റൊക്കെ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, നമ്മുടെ ഹെൽത്തിന് എത്ര ഗുണങ്ങൾ ചെയ്യുന്നുണ്ടെന്നൊക്കെ ഉള്ളത്. അതേപോലെ ഇത് അതിൽ ആരും കണ്ടിട്ടില്ല എങ്കിൽ നമുക്ക് യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് അറിയാൻ കഴിയും. അപ്പോൾ ഇത് ചീരയുടെ രാജാവെന്ന് തന്നെ ഇപ്പോൾ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്രയ്ക്ക് സമൃദ്ധിയായിട്ടുള്ള ഒരു ഐറ്റാണിത്. അപ്പോൾ ഇതാ ഈ ഒരു ചായാമൻസ് വെച്ചിട്ട് നമ്മൾ എല്ലാവരും തോരനും ഉപ്പേരിയൊക്കെ ആക്കിയിട്ടാണ് കഴിക്കാറുള്ളത്. പക്ഷെ നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കിയെടുക്കുന്ന റെസിപ്പി അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റാണ് കേട്ടത്. അപ്പോൾ നമുക്ക് അപ്പത്തിലേക്ക് വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ, ഇതേപോലെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ. പിന്നെ ഇതിന് ധാരാളം ഗുണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ടേസ്റ്റിന് ആരും മുൻതൂക്കം കൊടുക്കണ്ട. പക്ഷെ ഇത് നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയപ്പോൾ. അപ്പോൾ അതാ ഞാൻ ഫസ്റ്റ് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് വാഷ് ചെയ്ത് ഇതേ രീതിക്ക് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്തുള്ള വെള്ളമൊക്കെ കുറച്ചൊക്കെ ഇതിലുള്ള കാരണം ഞാൻ ഇതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം മാത്രം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് ഞാനിത് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മസാലകളിൽ ഉപ്പിടാനുള്ളത് കാരണം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതാ ഇതിലേക്ക് ഞാൻ അര ഗ്ലാസോളം വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ട് തന്നെ ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇത് അത്യാവശ്യം വേവുള്ള ഒരു ചീരയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് കുക്കർ അടച്ച് ഒരു 5 വിസിൽ വരെ വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കിന് നമുക്ക് അതിലേക്കുള്ള മസാലകൾ റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാനിതൊരു പാൻ സ്റ്റൗ ടോപ്പിലേക്ക് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് അതിലേക്ക് ഒരു സ്പൂണോളം കടുക് ഇട്ട് കൊടുത്ത് ഇനി അതിലേക്ക് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. കൂടുതൽ എരിവ് ഇഷ്ടമുള്ളവർക്ക് കുറച്ചുകൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു 2 മീഡിയം സൈസിലുള്ള സവാള ഞാൻ ഇതേ രീതിയിൽ കട്ട് ചെയ്ത് അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ ചീരയിൽ ഇട്ട് കൊടുത്ത കാരണം ഈ ഒരു സവാളയിലേക്കുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതുകൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ജസ്റ്റ് ഇതേ രീതിക്ക് ഒന്ന് കളറൊക്കെ ചേഞ്ച് ആവുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഒന്ന് വഴന്ന ശേഷം നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ സവാള പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും കേട്ടോ. അപ്പോൾ അതാ ഞാൻ ആ മഞ്ഞൾപ്പൊടി എല്ലാ ഭാഗത്താവുന്ന വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിത് 2 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ ഒന്ന് അടച്ച് വെക്കണം. അപ്പോൾ അത് 2 മിനിറ്റ് ആയപ്പോഴേക്കും നമ്മുടെ സവാളൊക്കെ നന്നായിട്ട് തന്നെ ഇതേ രീതിക്ക് ഒന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു വലിയ തക്കാളി ഇതേ രീതിക്ക് കട്ട് ചെയ്ത് കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ തക്കാളിയും സവാളൊക്കെ നന്നായിട്ട് തന്നെ യോജിച്ച് കിട്ടണം കേട്ടോ. അതുവരെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അത് നന്നായിട്ട് തന്നെ ഒന്ന് യോജിച്ച് കിട്ടാൻ വേണ്ടി ഞാൻ വീണ്ടും ഇതൊന്ന് അടച്ച് വെക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ചീരയൊക്കെ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മളത് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ ഈ രീതിയിലാവുന്നുണ്ടെങ്കിൽ അതാണ് കേട്ടോ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. അപ്പോൾ നമ്മുടെ ചീര ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അപ്പോഴേക്കും നമ്മുടെ മസാലയും നന്നായിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. നന്നായിട്ട് തന്നെ ഇതൊന്ന് കുത്തി ഉടച്ചു കൊടുക്കാം. അപ്പോഴാണ് നമ്മുടെ ആ ഒരു കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ, അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കുമ്പോൾ. അപ്പോൾ അത് അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെ ഒക്കെ നല്ല ബെസ്റ്റ് കോമ്പിനി ഉണ്ട്. അപ്പോൾ എല്ലാം ഇത് ട്രൈ ചെയ്ത് നോക്കണം എന്തായാലും. അപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണം നമ്മൾ ആ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ചീര ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ആ ചീരയിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവും, അതൊക്കെ ഇതിൽ ഉണ്ടാവും. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഒരു കുറുകിയ പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. നന്നായിട്ട് തന്നെ ഡ്രൈ ആവാതിരിക്കും വേണം. അപ്പോൾ ഇതാ ഈ ഒരു വെള്ളത്തോടെ തന്നെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എത്ര പണിയുള്ളൂ കേട്ടോ നമ്മുടെ ആ ഒരു കറി റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ ഇത് അപ്പത്തിന് കൂടെയും ചോറിന് കൂടെ ബെസ്റ്റ് കോമ്പിനിയാണ്. എല്ലാം ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ഹെൽത്തിന് ധാരാളം ഗുണങ്ങൾ ചെയ്യുന്ന ഒരു ഐറ്റാണ്. അപ്പോൾ എല്ലാവരും ഒരിക്കലെങ്കിലും ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും തോരൻ വെച്ചിട്ടായിരിക്കും കഴിച്ചിട്ടുണ്ടാവുക. ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.
അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ ബൈ.